വരുന്ന വെള്ളിയാഴ്ച നമ്മൾ ഗവൺമെൻറ് പാസ്സാക്കാനിരുന്ന വനഭേദഗതി ബില്ല് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ഇതൊരു ആശ്വാസം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘടിതമായ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇത് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ജനങ്ങളുടെ തന്നെ വിജയമാണോ? പിതാവിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഒരർത്ഥത്തിൽ ജനങ്ങളുടെ തന്നെ വിജയമാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ നിയമങ്ങളും. ഇപ്പം ജനങ്ങൾക്ക് ദോഷകരമാകുന്ന അപകടപ്പെടുത്തുന്ന നിയമങ്ങൾ പിൻവലിക്കപ്പെടേണ്ടതാണ്. സർക്കാർ ഈ അവസരത്തിൽ വന നിയമ ഭേദഗതി ബിൽ പിൻവലിച്ചത് തികച്ചും സ്വാഗതാർഹമാണ്. ജനങ്ങളുടെ ആശങ്കകൾ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജീവിക്കുന്ന കർഷകരുടെ ആശങ്കകൾ സർക്കാരിനെ കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധ നടപടികളുമായി മുൻപോട്ട് പോകാൻ ധാരാളം സംഘടനകൾ മുൻപോട്ട് വന്നിരുന്നു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി, അതുപോലെ ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ വിഷയം സർക്കാരിന് മുമ്പിൽ എത്തിക്കാനായിട്ട് ശ്രമിച്ച എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ്, ഇൻഫാം തുടങ്ങിയ സംഘടനകളൊക്കെ ശക്തമായിട്ട് ഈ മേഖലയിൽ മുൻപോട്ട് വന്നിരുന്നു. അതുപോലെ ജനപ്രതിനിധികൾ ഈ വിഷയം അറിഞ്ഞ് മുൻപോട്ടൊക്കെ വരാനായിട്ട് ഇടയായി. ഇതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നൊന്നും അർത്ഥമില്ല. ഇപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണം, അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ധാരാളമാണ്. കാട് നിറഞ്ഞിട്ട് വന്യമൃഗങ്ങൾ, കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയും കടുവയും ഒക്കെ നാട്ടുപ്രദേശങ്ങളിലേക്ക് എത്തി ജനങ്ങളുടെ ജീവൻ എടുക്കുകയും അപകടപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ ഇനിയും സത്വരമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടേണ്ടതുണ്ട്, നടപടികൾ എടുക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ ആശങ്കകൾ പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടുക, അവരുടെ ജീവൻ രക്ഷ ഉറപ്പുവരുത്തുക, അതുപോലെ കർഷകരെ വേണ്ടവിധം പരിരക്ഷിക്കാനായിട്ട് സർക്കാരുകൾ തയ്യാറാവുക, ഇതെല്ലാം ആവശ്യമാണ്. തീർച്ചയായിട്ടും തുടർ നടപടികളിലൂടെ കർഷകർക്കും മലയോര മേഖലയിലെ ആളുകൾക്കും ഗുണകരമായ രീതിയിലുള്ള നടപടികൾ, പ്രത്യേകിച്ചും വന്യമൃഗ ആക്രമണങ്ങളെ ചെറുക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഒരിക്കൽ കൂടി ഈ നിയമ ഭേദഗതിയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാം നന്മയ്ക്കായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു.